ഹായ് ബിജയ്, ഐ എം ബിജയ് എസ് നായർ, ഫോമർ ഓഫീസ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ബ്രിക്സ് വിൽ ഹെൽപ്പ് ക്രിയേറ്റ് എ മൾട്ടി പോളാർ വേൾഡ് എന്ന് പറയുന്ന ന്യൂസാണ്. അത് മോഡി ആണ് അത് പറഞ്ഞേക്കുന്നത്. ബ്രിക്സ് സമ്മിറ്റ് നടക്കാൻ പോവുകയാണ്. ബ്രിക്സ് എല്ലാവർക്കും അറിയാം, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നൊരു ഗ്രൂപ്പായിട്ടാണ് തുടങ്ങിയത്. ഇന്ന് 11 മെമ്പേഴ്സ് ബ്രിക്സിലുണ്ട്. ബ്രിക്സിലെ മറ്റ് 6 മെമ്പേഴ്സ്, ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്ക അല്ലാതെ 6 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ UAE ചേർന്നിട്ടുണ്ട്, സൗദി അറേബ്യ ചേർന്നിട്ടുണ്ട്, ഇറാൻ ചേർന്നിട്ടുണ്ട്, ഇപ്പോൾ പുതുതായിട്ട് ഈജിപ്റ്റ് ചേർന്നിട്ടുണ്ട്, എത്തിയോപ്യ ചേർന്നിട്ടുണ്ട്, ഇന്തോനേഷ്യ ചേർന്നിട്ടുണ്ട്. അപ്പോൾ 6 പേരും കൂടെ ആയില്ലേ, അപ്പോൾ ടോട്ടൽ 11 പേര്. ഈ ബ്രിക്സിന്റെ ഈ വർഷത്തെ ഹോസ്റ്റ് ബ്രസീലാണ്. ബ്രസീലിലാണ് ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നത്. അപ്പോൾ ആ ബ്രസീലിൽ ബ്രിക്സ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി മോദി പോയതാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ അദ്ദേഹം ബ്രിക്സ് സമ്മിറ്റ് ബ്രസീലിലാണ് നടക്കുന്നതെങ്കിൽ ആ ബ്രസീലിനൊപ്പം വേറെ 4 രാജ്യങ്ങളും കൂടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ രാജ്യമായ ഘാന അദ്ദേഹം ഇന്നലെ ഘാനയിൽ റീച്ച് ചെയ്തു. ഘാന ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. ഘാനയുടെ ക്യാപിറ്റലാണ് അക്ര, ACCR, അക്ര. ഘാനയിലെ മോദിയെ എയർപോർട്ടിൽ, അക്രയിലെ എയർപോർട്ടിൽ വന്ന് ഘാനയുടെ പ്രസിഡന്റ് നേരിട്ട് സ്വീകരിച്ചു. ജോൺ മഹാമയാണ് ഘാനയുടെ പ്രസിഡന്റ്. ജോൺ മഹാമ. അപ്പം അതും അറിഞ്ഞിരിക്കുക. പിന്നീട് അദ്ദേഹം അപ്പോൾ ഘാനയായി, ബ്രസീലായി. പിന്നെ അദ്ദേഹം അർജന്റീനയിൽ പോകുന്നുണ്ട്. സൗത്ത് അമേരിക്കയിൽ ബ്രസീൽ കഴിഞ്ഞ ഏറ്റവും വലിയ രാജ്യമാണ് അർജന്റീന. അത് കഴിഞ്ഞ് അദ്ദേഹം ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ എന്നൊരു രാജ്യമുണ്ട്. ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ എന്നൊരു കുഞ്ഞൻ രാജ്യമുണ്ട്. ആ രാജ്യത്ത് പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹം നമീബിയയിലും പോകുന്നുണ്ട്. നമീബിയ മറ്റൊരു ആഫ്രിക്കൻ കൺട്രിയാണ്. അപ്പോൾ 5 രാജ്യങ്ങളാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബ്രസീലിലാണ് മെയിൻ പരിപാടി നടക്കുന്നത്, ബ്രിക്സ് സമ്മിറ്റ്. ഈ ബ്രസീലിന്റെ പ്രസിഡന്റ് ആയിരുന്നു അറിഞ്ഞിരിക്കുക, ലുല ഡസിൽവയാണ്. ലുല ഡസിൽവ ബ്രസീലിന്റെ പ്രസിഡന്റ്. ബ്രസീലിന്റെ ക്യാപിറ്റൽ ബ്രസീലിയയാണ്. ബ്രസീലിന്റെ ക്യാപിറ്റൽ ഏതാണ്? ബ്രസീലിയ ആണ്. പിന്നെ അടുത്ത ന്യൂസ് കണ്ടോ, ബ്രിങ് പെർപെട്രേറ്റേഴ്സ് ഓഫ് ടെറർ അറ്റാക്ക് ഇൻ പഹൽഗാം ടു ജസ്റ്റിസ്, സേ ക്വാഡ് ഫോറിൻ മിനിസ്റ്റേഴ്സ്. ക്വാഡിന്റെ മീറ്റിംഗ് നടന്നു. ഇപ്പം ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ ക്വാഡ് എന്താണ്? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 രാജ്യങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പിംഗ് ആണ്. USA, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ. ഈ 4 രാജ്യങ്ങളുടെയും കൂടെ ഗ്രൂപ്പിംഗ് ആയ ക്വാഡിന്റെ ഈ വർഷത്തെ സമ്മിറ്റ്, മെയിൻ സമ്മിറ്റ് നടക്കാൻ പോണ ഈ വർഷം അവസാനം ഇന്ത്യയിൽ വെച്ചാണ്. ഡൊണാൾഡ് ട്രംപ്, നരേന്ദ്രമോദി, ഷിഗേരു ഇഷിബ എന്ന് പറഞ്ഞ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ. ആരാണ്? ഷിഗേരു ഇഷിബ. ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ഷിഗേരു ഇഷിബ. അതുപോലെ ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ്. ഇങ്ങനെ ഈ 4 പേരും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ക്വാഡ് സമ്മിറ്റിൽ ഈ വർഷം അവസാനം നടക്കും. ഇപ്പോൾ ക്വാഡിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് USA വെച്ച് നടന്നു. അപ്പോൾ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിനെയൊക്കെ വളരെ സ്ട്രോങ്ങസ്റ്റ് ടേംസിൽ കണ്ടം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവർ ഇറക്കി. പക്ഷേ ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ആഴ്ച SCO എന്ന് പറയുന്നൊരു സമ്മിറ്റ് നടന്നായിരുന്നു. നമുക്കറിയാം, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ഈ SCOയുടെ സമ്മിറ്റ് ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ആയിരുന്നു. അത് കിങ്ഡാവോയിൽ വെച്ച് നടന്ന, ചൈനയിലെ. പക്ഷെ അവിടെ ഇന്ത്യ ശ്രമിച്ചിട്ട് ഇന്ത്യക്ക് പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിനെ കണ്ടം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ പാകിസ്ഥാനുണ്ട്. SCOയിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ ചൈനയുണ്ട്. അവർ രണ്ടുകൂടെ ഇന്ത്യയുടെ ആ മൂവ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പക്ഷേ ക്വാഡിലിപ്പം ഇതാ ചെയ്ത് ബ്രിക്സിലും പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിനെ അവിടുത്തെ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ ക്രിട്ടിസൈസ് ചെയ്യും എന്ന് പറയപ്പെടുന്നുണ്ട്. കാര്യം അവിടെയൊക്കെ ഇന്ത്യക്കാണ് ലിവറേജ് കൂടുതൽ. അതാണ് എൻ്റെ കാര്യം. SCOയിൽ ലിവറേജ് ഇന്ത്യക്ക് തന്നെയാണ്. ചൈനയ്ക്കും റഷ്യയ്ക്കും കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ലിവറേജ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഇന്ത്യക്കാണ്. പക്ഷേ അവിടെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ ചൈനയുണ്ട്. അതാണ് പ്രശ്നം. അവർ രണ്ടുപേരും ആ ഗ്രൂപ്പിലുണ്ടല്ലോ. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇവിടെ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ന്യൂസുകളുണ്ട്. അതിൽ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട ഈ ന്യൂസാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇത് വേണ്ട. കാശ്മീർ ഓപ്പൺസ് ആംസ് ടു ഫസ്റ്റ് ബാച്ച് ഓഫ് അമർനാഥ് പിൽഗ്രിംസ് എന്നൊരു ന്യൂസ് കാണാം. അമർനാഥ് പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ നടക്കുന്ന പിൽഗ്രിമേജ് ആണെന്ന് നിങ്ങൾക്കറിയാം. അമർനാഥ് കേവ് ടെമ്പിൾ എന്ന് പറയുന്നൊരു ഗുഹാക്ഷേത്രം ഉണ്ട്. അമർനാഥ് കേവ് ടെമ്പിൾ, അവിടേക്കുള്ള പിൽഗ്രിമേജ് ആണ് അമർനാഥ് പിൽഗ്രിമേജ് എന്ന് പറയുന്നത്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഒമർ അബ്ദുള്ളയാണ്. കാശ്മീരിന്റെ ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. പിന്നെ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യയുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ന്യൂസ്, അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നമാണ്, നമുക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് പറയുന്നില്ല. പിന്നെ ഈ പേജ് നമുക്ക് ആവശ്യമില്ലാത്ത പേജാണ്. ഇവിടുത്തെ ഒരു ന്യൂസ് നമുക്ക് ആവശ്യമില്ല. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ
NDA will form government in Bihar with 2/3 majority, says Rajnath. രാജ്നാഥ് ആരാണ്? രാജ്നാഥ് സിംഗ് ആരാണ്? ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ബീഹാറിൽ പോയി, ബീഹാർ വിസിറ്റ് ചെയ്തു, ബീഹാറിന്റെ ക്യാപിറ്റലായ പാറ്റ്ന ഒക്കെ വിസിറ്റ് ചെയ്തു. എന്നിട്ട് ബീഹാറിൽ NDA, BJP നേതൃത്വം കൊടുക്കുന്ന NDA 2/3 മെജോറിറ്റിയുടെ ഗവൺമെന്റ് ഫോം ചെയ്യുന്ന അദ്ദേഹം പറയുന്നത്. അപ്പൊ ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഈ വർഷം അവസാനമല്ല 2-3 മാസം കഴിയുമ്പോൾ ബീഹാറിൽ ഇലക്ഷൻ വരും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നിതീഷ് കുമാർ. പിന്നെ NHRC കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NHRC എന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. NHRC എന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. NHRC അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ പറയും. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോഡിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അതിനൊരു ചെയർപേഴ്സൺ ഉണ്ട്. അതിന്റെ ചെയർപേഴ്സൺ എപ്പോഴും സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ആയ ഒരു ജഡ്ജി ആയിരിക്കും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ. ഇപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ രാമസുബ്രഹ്മണ്യമാണ്. രാമസുബ്രഹ്മണ്യം. പിന്നെ താഴോട്ട് വരുമ്പോ ഇവിടെ നിന്നുള്ള ന്യൂസുകൾ നമുക്ക് ആവശ്യമില്ല, ഇതൊന്നും വേണ്ട. ഓക്കെ. പിന്നെ ഗോവ വിഡോസ് ടു ഗെറ്റ് ₹4,000 മന്ത്ലി എയ്ഡ് എന്ന് പറഞ്ഞ ന്യൂസ് കാണാം. 4,000 രൂപ വെച്ച് ഗോവയിൽ വിഡോസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, വിധവകൾക്ക് കൊടുക്കാൻ ഗോവ ഗവൺമെന്റ് തീരുമാനിച്ചു. ഗോവ ഈസ് ബീങ് റൂൾഡ് ബൈ BJP ആൻഡ് ഇറ്റ്സ് ചീഫ് മിനിസ്റ്റർ ഈസ് പ്രമോദ് സാവന്ത് ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗോവ. പ്രമോദ് സാവന്ത്. പിന്നെ തെലങ്കാനയിൽ ഇപ്പം നടന്ന ബ്ലാസ്റ്റ് ഒക്കെ നമ്മൾ പല ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. തെലങ്കാനയിലെ സിഗാച്ചി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് ബ്ലാസ്റ്റ് നടന്നത്. 37 പേര് ഇതുവരെയായിട്ട് മരിച്ചു. സിഗാച്ചി ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഫാർമ കമ്പനിയുടെ പ്ലാന്റിൽ നടന്ന എക്സ്പ്ലോഷനിൽ. ഇനി ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോഴും ഫസ്റ്റ് എഡിറ്റോറിയൽ ഒരു എക്സ്പ്ലോഷനെ കുറിച്ചാണ്. തെലങ്കാനയിലല്ല, തെലങ്കാനയുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ ഈ സ്ഥിരമാണ് ഈ എക്സ്പ്ലോഷൻസ്. അതിൻ്റെ കാരണം ഈ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഈ ഫയർ ക്രാക്കേഴ്സ് ഇൻഡസ്ട്രിയുടെ കേന്ദ്രം തമിഴ്നാട്ടിലെ വിരുദുനഗർ, ശിവകാശി ഒക്കെ പോലുള്ള സ്ഥലങ്ങളാണ്. അപ്പം തമിഴ്നാട്ടിൽ കഴിഞ്ഞ 3 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അവരോട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷവും ഓരോ വർഷവും മിനിമം 50 പേര് വെച്ച് ഈ ഫയർ ആക്സിഡൻസിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 ഇതുവരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 26 പേര് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു, 20 പേര് ഇഞ്ചേർഡായി വെറും 6 മാസം കൊണ്ട്. ഈ 2025. 2024 52 പേര് മരിച്ചു. അതിൽ 42 പേര് മരിച്ച വിരുദുനഗറിലാണ്, 12 ആക്സിഡൻസിൽ. കഴിഞ്ഞ വർഷം മരിച്ച 52 പേരിൽ 42 വിരുദുനഗറിലാണ് മരിച്ചത്. അവിടെ ഏതാണ്ട് 1000 ഫയർ വർക്ക്സ് യൂണിറ്റ്സ് ഉണ്ട് വിരുദുനഗറിൽ. 3000-ഓളം ക്രാക്കർ ഷോപ്സും ഉണ്ട്, പടക്കം വിൽക്കുന്ന കടകളും ഉണ്ട് എവിടെയാണ് വിരുദുനഗറിൽ. ഇനി 2024 വിട്ട് 2023 ഒരു വർഷം കൂടെ മുമ്പോട്ട്, 2020 ബാക്കിലോട്ട്, ഒരു വർഷം കൂടെ ബാക്കിലോട്ട് 2023 പോയാൽ 79 വർക്കേഴ്സാണ് ആ വർഷം തമിഴ്നാട്ടിലെ ഫയർ വർക്ക്സ് ആക്സിഡൻസ് വഴി മരിക്കുന്നത്. അതിൽ 79 വർക്കേഴ്സിൽ മരിക്കുന്ന 27 ആക്സിഡൻസ് വഴിയാണ്. അതിൽ 28 വർക്കേഴ്സും 15 ആക്സിഡൻസും വിരുദുനഗറിലാണ് നടന്ന. ഇപ്പം വിരുദുനഗറിൽ വീണ്ടും നടന്ന ഈ വർഷത്തെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ആക്സിഡൻറ്റിൽ 8 ആൾക്കാർ മരിക്കുന്നു, 5 പേര് ഇഞ്ചേർഡ് ആവുന്നു. അപ്പോൾ ഈ പ്രിലിമിനറി റിപ്പോർട്ട് പറയുന്നത് വെച്ചാൽ ഈ ഫയർ ക്രാക്കേഴ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന, അതിൽ ഫില്ല് ചെയ്യുന്ന കെമിക്കൽസിന്റെ അകത്തുണ്ടായ ഫ്രിക്ഷൻ മൂലമാണ് ഈ സംഭവം നടന്നത്. എക്സാക്ട് കോസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. എക്സാക്ട് കോസ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം? ഒരു കാര്യമല്ല. കാര്യം നമ്മളൊരു കാര്യവും ഇതിൽ നിന്ന് പഠിക്കുന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം. കഴിഞ്ഞ ഈ വർഷം ഇത് ജൂൺ വരെ 2.5 വർഷക്കാലം എടുത്താൽ ഒരു ഇതിലെ കണക്കനുസരിച്ച് ഒരു 150 എക്സ്പ്ലോഷൻസ് നടന്നിട്ടുണ്ട് അവിടെ, അല്ലെങ്കിൽ ഒരു 100ഓളം എക്സ്പ്ലോഷൻസ്. അതിലൊരു 150ഓളം ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഒന്നും പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്തിന് അന്വേഷണ കമ്മീഷൻ? ഒന്നും പഠിക്കുന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ആക്സിഡൻസ് നടക്കുമ്പോൾ. അപ്പോൾ വിരുദുനഗർ ഭയങ്കര ഹോട്ട് ഡ്രൈ ആയിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ചൂട് കാലത്തൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കെമിക്കൽസ് ഒക്കെ ആ രീതിയിൽ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇതുപോലുള്ള എക്സ്പ്ലോസീവത ആ രീതിയിൽ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ തീപിടുത്തവും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പോൾ ഒരു സ്പാർക്കോ ഒരു ഫ്ലെയിമോ ഹൈ ഹീറ്റോ മതി അങ്ങനെയുള്ള മേഖലകളിൽ ഇതുപോലുള്ള ആക്സിഡൻറ്റ്സ് നടക്കാൻ. പക്ഷേ ഇതിൽ മരിക്കുന്ന വളരെ പാവപ്പെട്ട ലേബറേഴ്സ് ക്ലാസ്സിലുള്ള ആൾക്കാരാണ്.
അതുകൊണ്ട് തന്നെ ഈ മാനുഫാക്ചറിങ് കമ്പനീസിന് അവരുടെ ലൈഫിന് ഒരു വിലയില്ലാത്തതുകൊണ്ട് അവരുടെ ഭാഗത്തുള്ള ലാക്സിറ്റി തന്നെയാണ് അതിന് കാരണം. പക്ഷേ ഈക്വലി വി ഷുഡ് ബ്ലെയിം ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൾസോ, ബിക്കോസ് Petroleum and Explosive Safety Organization under the respective state governments has to issue license for these companies to function. Without their license, these companies cannot function. ആ ലൈസൻസ് എക്സ്പ്ലോസീവ് റൂൾസ് 2008 എന്നുള്ള ഒരു റൂളിൻ്റെ അണ്ടറിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വിചാരിച്ചാൽ ലാക്സിറ്റി കാണിക്കുന്ന ഇതുപോലുള്ള പിന്നീട് കമ്പനീസിന് പ്രവർത്തനം തടയാൻ പറ്റും, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറിയാൽ. പക്ഷേ അതവർ ചെയ്യുന്നില്ല. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആവുന്നതിനപ്പുറം ഈ പറഞ്ഞ മാനുഫാക്ചറേഴ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു കോപ്പറേറ്റീവ് രീതിയിൽ മുമ്പോട്ട് പോയാൽ ഇതൊക്കെ ഒരു നേരം തടയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനൊന്നും വേണ്ട ഒരു ഡിറ്റർമിനേഷൻ, വിൽ പവർ സ്റ്റേറ്റ് ഗവൺമെൻറ് കാണിക്കുന്നില്ല, എസ്പെഷ്യലി തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്. അതാണ് എൻ്റെ പ്രശ്നം. ഇതാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എഗെയിൻ ഒരു 10-40 വർഷം മുമ്പ് ഇന്ത്യയിൽ നടന്നൊരു ആക്സിഡൻറ്റിനെ കുറിച്ച് ഇന്നലെ അത് പറഞ്ഞായിരുന്നു. യൂണിയൻ കാർബൈഡ് ഫാക്ടറി 1984, ഇന്ത്യയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. യൂണിയൻ കാർബൈഡിൻ്റെ ഭോപ്പാലിലെ ഫാക്ടറിയിൽ നിന്ന് മീഥൈൽ ഐസോസയനേറ്റ് ലീക്ക് ചെയ്യുന്നു. 5000-ലധികം ആൾക്കാർ മരിക്കുന്നു. 5000-ലധികം, ആലോചിക്കണം. അതിലെത്രയോ മടങ്ങ് ആൾക്കാർ രോഗങ്ങളും ദുരിതങ്ങളും പേറി ഇന്നും ജീവിക്കുന്നു, മരിക്കാത്തവർ. ഇതിൽ അന്നത്തെ മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വലിയ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ, അമേരിക്കൻ കമ്പനിയാണ്, അന്നത്തെ ചെയർമാൻ വാറൻ ആൻഡേഴ്സൺ അന്ന് ഇന്ത്യയിലുണ്ട്. അന്ന് ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയമാണെങ്കിലും എയർപോർട്ടുകളിലേക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ ഒരു പാടുമില്ല. അന്ന് രാത്രി ഭോപ്പാൽ എയർപോർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു ഈ വാറൻ ആൻഡേഴ്സൺ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും പേരുടെ മരണത്തിന് ഉത്തരവാദിയായ ആളെന്ന പേരിൽ അവരുടെ നെഗ്ലിജൻസ് മൂലമാണ്, ആ കമ്പനിയുടെ നെഗ്ലിജൻസ് മൂലമാണ് സംഭവിക്കുന്നത്. അയാളവിടെ പ്രോസിക്യൂട്ട് ചെയ്യായിരുന്നു. പക്ഷേ അന്നത്തെ മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററായ അർജുൻ സിംഗിൻ്റെ സഹായത്തിലൂടെയാണ് അയാൾ ഇവിടുന്ന് പോയെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ വായിച്ചുള്ളൂ, അതൊന്നും ഈ എഡിറ്റോറിയലില്ല. എന്തായാലും അയാൾ പോയി ഇപ്പോൾ 41 വർഷമായി. ഇതിനകത്ത് വെച്ച് ഒരു തവണ പോലും അങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അയാൾ മരിക്കുകയും ചെയ്തു ഈ ഇടയ്ക്ക്. മനസ്സിലായോ? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി വിക്ടിംസിന് ഇന്നും യാതൊരു വിധത്തിലുള്ള ജസ്റ്റിസും കിട്ടിയിട്ടില്ല. യൂണിയൻ കാർബൈഡ് ഫാക്ടറി അത്രയും അവരുടെ പേര് മോശമായതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ പേര് മാറ്റി ഡൗ കെമിക്കൽസ് എന്നാക്കി, DOW. അവരുടെ അടുത്ത് ഇപ്പോഴും ഇന്ത്യക്ക് ഇല്ല ഈ വിക്ടിംസിന് കോമ്പൻസേഷൻ കൊടുക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള കോമ്പൻസേഷൻ ഇന്ന് വിക്ടിംസിന് കിട്ടില്ല. ഇപ്പോഴും എൻ്റെ കേസ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എന്തായാലും 41 വർഷം മുമ്പ് ആക്സിഡൻറ്റിൻ്റെ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് 41 വർഷമായിട്ട് ഈ പറഞ്ഞ ഭോപ്പാൽ ഈ കമ്പനി യൂണിയൻ കാർബൈഡിൻ്റെ കമ്പനിയിൽ കിടക്കുമായിരുന്നു. അത് കമ്പനി പൂട്ടിപ്പോയി. അപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ ആ വേസ്റ്റ് അവിടെ നിന്ന് നീക്കം ചെയ്തതിനായിട്ടുള്ള പല റിക്വസ്റ്റുകളുടെയും കേസുകളുടെയൊക്കെ ആക്ടിവിസ്റ്റുകൾ കേസ് കൊടുത്തു, സർവൈവേഴ്സ് കേസ് കൊടുത്തു, മരിച്ചവരുടെ ബന്ധുക്കൾ കേസ് കൊടുത്തു. അവരുടെയൊക്കെ ശ്രമഫലമായിട്ട് സുപ്രീം കോടതി അത് ഇടപെട്ടു. ഇപ്പം കഴിഞ്ഞ 6 മാസം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഈ കാര്യം നടന്നു, സുപ്രീം കോടതി ഇടപെട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 6 മന്ത്സ് കൊണ്ടെല്ലാം നടന്നു. ഇപ്പോൾ ഒരു ഇൻഡോറിനടുത്തുള്ള, ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റിയും മധ്യപ്രദേശിൻ്റെ സിറ്റിയുമായ ഇൻഡോറിനടുത്തുള്ള പിത്താംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇത് സംസ്കരിച്ചപ്പോൾ അതിനുവേണ്ടി 126 കോടി രൂപയാണ് ചിലവായത്. സംസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 800 ടൺ ഓഫ് ആഷ് ഉണ്ടായി. ഇനി ആ ആഷ് വളരെ സൂക്ഷിച്ച് ലാൻഡ് ഫില്ലാക്കി സൂക്ഷിക്കണം, അല്ലെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഈ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിലുണ്ടായ പോസിറ്റീവ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് പോലും വേസ്റ്റ് റിമൂവലിൻ്റെ ക്രെഡിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ വിക്ടിംസിൻ്റെ ഫാമിലീസും സർവൈവേഴ്സും ആക്ടിവിസ്റ്റും ഒക്കെയാണ്. അവരിപ്പോഴും ഇവർക്ക് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിലും ഒക്കെ കേസ് നടത്തുന്നുണ്ട്. അപ്പം ഇതിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പരിഹാരം, ഇനി ഒരു മനുഷ്യായുസ് ഏതാണ്ട് കഴിയാൻ പോകുന്നു ഈ ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം. അപ്പോൾ അവർക്കൊക്കെ ഇനി എന്ത് ജസ്റ്റിസാണ് നീ കിട്ടാൻ പോകണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ സ്റ്റിൽ ആ ഒരു ലിറ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിക്കണം എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്.
പിന്നെ ഇന്നത്തെ ആർട്ടിക്കിൾസിനെ കുറിച്ച് നോക്കിയാൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഞാൻ പറയാൻ പോകുന്ന ഒരു ആർട്ടിക്കിൾ ഇൻ്റഗ്രേറ്റിംഗ് കമ്പാഷൻ പ്രയോറിറ്റൈസിങ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. പാലിയേറ്റീവ് കെയർ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ ഈ ലൈഫിൻ്റെ എൻഡിൽ ഇപ്പോൾ റിക്കവറി ഇല്ലാത്ത അസുഖങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊണ്ട് അവർക്ക് വലിയ ഉപയോഗം ഉണ്ടാകത്തില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ പാലിയേറ്റീവ് കെയറിലോട്ട് അവരെ മാറ്റാൻ പലരും പറഞ്ഞ് നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള പാലിയേറ്റീവ് കെയറുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമാവുന്നുണ്ട്. ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് കെയറുകളുണ്ട്, അല്ലാതെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് മാത്രം നടത്തുന്നവരും ഉണ്ട്. അപ്പോൾ ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന സംഭവം ഈ എൻഡ് ഓഫ് ദ ലൈഫിൽ മാത്രമല്ല, അല്ലാതെയും പാലിയേറ്റീവ് കെയർ നല്ല വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇപ്പോൾ റിക്കവറി ഉള്ളതായിരിക്കും, പക്ഷെ സ്റ്റിൽ ആ അസുഖത്തിൻ്റെ സ്റ്റേജിൽ അവർക്ക് വലിയ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനൊക്കെ ആയിരിക്കാം. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ആ പെയിൻലെസ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഈ പാലിയേറ്റീവ് കെയർ സഹായിക്കുന്നുണ്ട്. ഇനി മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന എൻഡ് ഓഫ് ദ ലൈഫ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവർക്കും ഇതുപോലെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മരണത്തിലേക്ക് അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിൽ അവരുടെ യാത്ര സുഗമമാക്കാനും പാലിയേറ്റീവ് കെയറുകൾ സഹായിക്കാറുണ്ട്. ഇപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പാലിയേറ്റീവ് കെയറിൻ്റെ സിസ്റ്റം വളരെ സ്ട്രോങ് ആണെന്നും ഇന്ത്യയിൽ അത് ഡെവലപ്പിംഗ് സ്റ്റേജിൽ മാത്രമാണ്, നേസൻ സ്റ്റേജിൽ മാത്രമാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ടൊരു പോളിസിയൊക്കെ 2017 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട്. നാഷണൽ ഹെൽത്ത് പോളിസിയാണ് 2017 വരുന്നത്. അതിൻ്റെ അകത്ത് പാലിയേറ്റീവ് കെയറിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു ഓർഗനൈസ്ഡ് രീതിയിലൊക്കെ പാലിയേറ്റീവ് കെയർ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോഴും ഗ്രാമീണ മേഖലയിൽ പാലിയേറ്റീവ് കെയറിന് നല്ല അപര്യാപ്തത, ഇൻസഫിഷ്യൻസി ഫേസ് ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ അവയർനെസ്സും ഇല്ല. ഈ പാലിയേറ്റീവ് കെയർ ഗ്ലോബലി 40 മില്യൺ ആൾക്കാർക്ക് വേണ്ട ആവശ്യമുണ്ടെന്ന് WHO പറഞ്ഞു. 40 മില്യൺ എന്ന് പറഞ്ഞാൽ 4 കോടി ആൾക്കാർ. ഇതിൽ 10 മില്യൺ ആൾക്കാരും ഇന്ത്യയിലാണ്. പക്ഷേ അതിൽ 1% തൊട്ട് 2% വരെ ആൾക്കാർക്ക് പാലിയേറ്റീവ് കെയർ കിട്ടുന്നുള്ളൂ. ഈ പാലിയേറ്റീവ് കെയർ വ്യാപകമായ വേറെ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മളുടെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ മുകളിലുള്ള അൺനെസസറി ബേർഡൻ കുറയ്ക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഇപ്പം ഒരുപക്ഷെ ഇപ്പോൾ ലൈഫിൻ്റെ എൻഡ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ പ്രശ്നം വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. പക്ഷേ അവിടെ ഒരു ആവശ്യമില്ലാത്ത ബേർഡനാണ് ഹോസ്പിറ്റലിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് പാലിയേറ്റീവ് കെയറിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റിയാൽ ആ ഒരു ബേർഡൻ ഹോസ്പിറ്റൽ അവർ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന് മുകളിൽ കുറയ്ക്കാം. ഇനി ഈ പാലിയേറ്റീവ് കെയർ നേരിടുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഓരോ 1000 ആൾക്കാർക്ക് ഒരു ഡോക്ടർ വേണമെന്നോ, ഓരോ 1000 ആൾക്കാർക്ക് ഒരു ഡോക്ടർ വേണമെന്നോ. പക്ഷേ ഇന്ത്യയിൽ ഓരോ 834 ആൾക്കാർക്ക് ഒരു ഡോക്ടറുണ്ട്. അപ്പം WHO പറഞ്ഞേക്കുന്ന സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതൽ ഡോക്ടേഴ്സ് ഇന്ത്യയിലുണ്ട്. 1000 ആൾക്ക് ഒരു ഡോക്ടർ മതി, പക്ഷേ 834 ആൾക്കാർക്ക് ഒരു ഡോക്ടറുണ്ട് ഇന്ത്യയിൽ. പക്ഷേ സ്റ്റിൽ പാലിയേറ്റീവ് കെയറിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഡോക്ടേഴ്സിൻ്റെ എണ്ണം ഭയങ്കര ഇന്ത്യയിൽ കുറവെന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു വലിയ പോരായ്മയാണ്. അപ്പോൾ അതിൽ നമ്മളുടെ ഈ MBBS സിലബസിൻ്റെ ഭാഗമായിട്ട് തന്നെ പാലിയേറ്റീവ് കെയറിന് വേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു സിലബസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഉതകും എന്നവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവർ പറയുന്നത് വെച്ചാൽ ഗിവൺ ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് പാലിയേറ്റീവ് കെയർ സ്പെഷ്യലിസ്റ്റ് ടാസ്ക് ഷിഫ്റ്റിംഗ് നടത്തിയാലും മതി. ടാസ്ക് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വയബിൾ സൊല്യൂഷനാണ്. അതായത് ഇന്ത്യക്ക് ഡോക്ടേഴ്സിന് പുറമെ 34.33 ലാക്ക് രജിസ്റ്റേർഡ് നഴ്സിംഗ് പേഴ്സണലുണ്ട്. 34.33 ലക്ഷം നഴ്സുമാരുണ്ട്. 13 ലക്ഷം ഹെൽത്ത് കെയർ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉണ്ട്. ഇവരെയൊക്കെ പാലിയേറ്റീവ് കെയറിൽ നല്ല ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് ഈ പാലിയേറ്റീവ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഡോക്ടേഴ്സ് അത്രത്തോളം എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ ഇന്ത്യയിൽ കുറവാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ സിമ്പിളാണ്, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതുപോലെ ഇൻഷുറൻസ് സ്കീമുകൾ, പാലിയേറ്റീവ് കെയറിന് വേണ്ട ബഡ്ജറ്റിൻ്റെ അകത്തൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. പിന്നെ ഇൻഷുറൻസ് സ്കീം ഉണ്ടല്ലോ, ആയുഷ്മാൻ ഭാരത് എന്നൊക്കെ പറയുന്ന ഗവൺമെൻറ് ഇൻഷുറൻസ് സ്കീം, അത് പാലിയേറ്റീവ് കെയറിന് ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ല. അത് ഈ ആയുഷ്മാൻ ഭാരതൊക്കെ പാലിയേറ്റീവ് കെയറിലോട്ടും കൂടെ ആ ഇൻഷുറൻസ് കൊണ്ടുവരിക. അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ്, ആൾക്കാർക്ക് ഈ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ കൊടുക്കുക. അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആർട്ടിക്കിളിൽ പറയുന്നു. അപ്പോൾ അത് വായിച്ചു നോക്കുക. പിന്നെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ 2 ആർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർ ജിഗ് വർക്കേഴ്സ് എ പാർട്ട് ഓഫ് ഇന്ത്യാസ് ലേബർ ഡേറ്റ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ജിഗ് വർക്കേഴ്സ്, വാട്ട് ഈസ് ജിഗ് വർക്കർ? ജിഗ് വർക്കർ ഞാൻ മുമ്പ് പലപ്പോഴും ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഹിന്ദുവിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നിട്ടുള്ളതാണ്. ജിഗ് വർക്കർ എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ബേസ്ഡ് വർക്കേഴ്സാണ്. സൊമാറ്റോ, സ്വിഗ്ഗി, സൊമാറ്റോയുടെ തന്നെ ക്യൂക്കമേഴ്സ് പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാമാർട്ട്, അതുപോലെ സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെ ക്യൂക്കമേഴ്സ് പ്ലാറ്റ്ഫോമായ ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗിയുടെ ക്യൂക്കമേഴ്സ് പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാമാർട്ട്,
ആമസോൺ, അതുപോലുള്ള എല്ലാ ഇതിൻ്റെ അകത്തും ഈ ഓൺലൈൻ ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ജിഗ് വർക്കേഴ്സ്. ഈ ജിഗ് വർക്കേഴ്സിൻ്റെ എണ്ണം ഇന്ത്യയിൽ ഓരോ ദിവസവും എക്സ്പൊണൻഷ്യലി കൂടിക്കൊണ്ടിരിക്കുക. 2029-30 ഇന്ത്യയിൽ ജിഗ് വർക്കേഴ്സിൻ്റെ എണ്ണം 2.33 crore ആവുമെന്നാണ് പറയുന്നത്. ചില സ്റ്റേറ്റുകളെക്കാൾ കേരളത്തിൻ്റെ പോപ്പുലേഷൻ 3.25 കോടിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഏതാണ്ട് ഇന്ത്യയിലെ വലിയ സ്റ്റേറ്റുകളുടെ പോപ്പുലേഷൻ ഈക്വൽ ആവുന്ന രീതിയിൽ ഇന്ത്യയിലെ ജിഗ് വർക്കേഴ്സിൻ്റെ എണ്ണം കൂടി പോകുന്നു. പലർക്കും ഇതൊരു വരുമാന മാർഗമാണ്. പക്ഷെ അപ്പോഴും ഈ പ്ലാറ്റ്ഫോംസിൻ്റെ അൽഗോരിതത്തിനെ ബേസ് ചെയ്താണ് ഇവരുടെ പല ഇൻസെൻറ്റീവ്സും മറ്റു കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇവരെ എക്സാക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ പലപ്പോഴും ഇല്ല. കാരണം ഇത് എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സും ഒക്കെ കാണുമല്ലോ. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ എംപ്ലോയീസ് അതിപ്പോഴും പുതിയ വന്ന ഇവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനീസുമായിട്ടൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വന്ന പുതിയ നിയമങ്ങളിലും ഈ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 സെക്ഷൻ ക്ലാസ് 141 ഈ പറഞ്ഞ ജിഗ് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഒന്നും ഇവരെ പ്രോപ്പർ എംപ്ലോയീസ് ആയിട്ട് ഗവൺമെൻറ് ഇതുവരെയും കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റിൽ അവർക്ക് കുറേ പുതിയതായിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഗവൺമെൻറ് കൊടുത്ത് ഏതാണ്ട് അവരെ എംപ്ലോയീസിനെ പോലെ ട്രീറ്റ് ചെയ്യാൻ പോയാൽ. ഇപ്പോൾ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അവരെ ഇ ശ്രം പോർട്ടൽ എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പോർട്ടലുണ്ട്. ഇ ശ്രം പോർട്ടൽ എന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. ഇ ശ്രം പോർട്ടൽ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് പ്രധാനമന്ത്രി ആരോഗ്യ യോജന അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് സ്കീമിൻ്റെ അണ്ടറിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് കുറേ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് കൊടുക്കാൻ തീരുമാനിച്ചു. അവർ ഇന്ത്യയുടെ എക്കോണമിയുടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആൾക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കോടിക്കണക്കിന് ആൾക്കാർ അത്തരത്തിൽ ജോലി ചെയ്യുന്ന. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ പക്ക എംപ്ലോയീസ് ആയിട്ട് അവരെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അവർ നേരിടുന്ന മറ്റു ചില പ്രശ്നങ്ങൾ അതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഞാൻ എൻ്റെ താഴെ ഹൗ ഡിഡ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഫേസ് ഓൺ ദ QS റാങ്കിങ് ലിസ്റ്റ് എന്നൊരു ന്യൂസ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അതുപോലെ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന എൻ്റെ മറ്റേ യൂട്യൂബ് ചാനലിൽ ഈ ഇടയ്ക്ക് ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റീസ് നേടിയ വലിയ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി റാങ്കിങ് ആണ് QS യൂണിവേഴ്സിറ്റി റാങ്കിങ്. ഈ QS യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 2015, അതായത് ജസ്റ്റ് 10 years back, ഇന്ത്യ ഹാഡ് ഓൺലി 11 universities. Now after 10 years in 2025, India got 54 universities in the new QS University World Ranking. You should understand the fact that China has only 72 universities in the QS World University Ranking. So the gap between China and India is very less. And China is a very advanced economy as compared to India. So now you can understand how much progress Indian universities made in the QS World University Ranking. And the upcoming years, sometimes India may overtake China in the number of universities figuring from our country in the QS University World Ranking. അതിൻ്റെ കാരണങ്ങൾ കാരണങ്ങൾ വായിച്ചത് ഈസി ആയിട്ട് മനസ്സിലാവും. കാര്യം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസ് പലതും അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് എഴുതി കൊടുത്തേക്കുന്ന NEP 2020, അത് ആക്ച്വലി ഈ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലൊക്കെ ഇന്ത്യയുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യിക്കാൻ എന്തൊക്കെ വേണോ ആ തരത്തിലാണ് നമ്മളുടെ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ റിസർച്ചസ് കോളേജുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം റിസർച്ചസ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. റിസർച്ച് വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ QS യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ്ങിലൊക്കെ നമ്മളുടെ റാങ്കിങ് കൂടാൻ. അപ്പോൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് കുറേ കാര്യം ഇമ്പാക്ട്ഫുൾ റിസർച്ച്, അക്കാഡമിക് റെപ്യൂട്ടേഷൻ, ഇൻ്റർനാഷണൽ റിസർച്ച് നെറ്റ്വർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം നമ്മളെ യൂണിവേഴ്സിറ്റീസ് വളരെ മുന്നോക്കം വരാൻ തുടങ്ങി. വരും വർഷങ്ങൾ ഇന്ത്യയിൽ വരുന്ന യൂണിവേഴ്സിറ്റികളുടെ QS യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് ഇനി ഭയങ്കരമായിട്ട് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന IITs ആണ്. IIT ഡൽഹിയാണ് ഇന്ത്യയിൽ നിന്ന് 1ാം സ്ഥാനത്തും ലോകത്ത് 123ാം സ്ഥാനത്താണ്. പക്ഷേ അത് മിക്കവാറും അടുത്ത 1-2 വർഷത്തിന് വേൾഡിലെ ടോപ്പ് 100-ലാവും ഈ IIT ഡൽഹിയൊക്കെ. അല്ലാതെ ഈ പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്.
മൺസൂൺ സെഷൻ ഫ്രം ജൂലൈ 21 ടു ഓഗസ്റ്റ് 21. ഇന്ത്യൻ പാർലമെൻറ്റ് എല്ലാ വർഷവും 3 സെഷൻസ് ആണ് കൂടുന്നത്. ആൻഡ് ഓൾറെഡി ദ ബഡ്ജറ്റ് സെഷൻ, ദ ഫസ്റ്റ് സെഷൻ ഇൻ എ ഇയർ ഹാസ് കംപ്ലീറ്റഡ്. Now the new session is going to be started in July 21, and the name of that session is monsoon session. First session is budget session, second session is monsoon session, and in the year end there is one more session that is winter session. അതൊരു നവംബറിലൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന വിൻ്റർ സെഷൻ. അപ്പോൾ മൺസൂൺ സെഷനാണ് ഇപ്പം വരാൻ പോകുന്നത്. പിന്നെ ഹിമാചൽ പ്രദേശിലൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കം, അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്, അല്ലാതെ വേറെ ഒന്നും അവിടെ പറയാനില്ല. പഞ്ചാബിലെ മൻ ഗവൺമെന്റിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. മൻ എന്ന് പറഞ്ഞാൽ ഭഗവന്ത് മൻ. ഹി ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബ്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ആദ്യം കിടക്കുന്ന ന്യൂസുകളെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. താഴോട്ട് വരുമ്പോൾ ELI സ്കീമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ELI സ്കീം ഇന്നലെ എനിക്ക് ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ വന്ന ഒരു പുതിയ സ്കീമാണ്, ഗവൺമെൻറ് പുതിയ സ്കീമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്കീമാണ് ELI, എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്. നമ്മൾ PLI കേട്ടിട്ടുണ്ട്. അത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ആണ്. വാട്ട് ഈസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ഓർ PLI? Government has selected certain industrial sectors, and if a company from India or from a foreign country invest in that particular sector in India government will provide them some incentives, some cash incentives. That is production linked incentive scheme. അതായത് ഇന്ത്യയിൽ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യൂ, ഗവൺമെൻറ് ഇൻസെൻറ്റീവ് തരാം, അങ്ങനെയാണ്. പക്ഷേ ഇതല്ല, ELI എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. അതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ EPFO രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ. EPFO എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ. EPFO എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ ഇനി വരുന്ന 2 വർഷം, 2025, അതായത് ഈ വർഷം ഓഗസ്റ്റ് 1 തൊട്ട്, അതായത് അടുത്ത മാസം 1-ാം തീയതി തൊട്ട് 2027 ജൂലൈ 31 വരെ, അപ്പോൾ കറക്റ്റ് 2 years ജനറേറ്റ് ചെയ്യുന്ന ഓരോ ജോബിനും 3000 രൂപ വെച്ച് ഗവൺമെൻറ് ഇൻസെൻറ്റീവ് കൊടുക്കും. ആർക്ക്? എംപ്ലോയറിന്. എംപ്ലോയിക്കും കിട്ടും. ആദ്യത്തെ ഒരു പുതിയ എംപ്ലോയി ആണ്, ഒരു ഫ്രഷ് എംപ്ലോയി ആണെങ്കിൽ അവന് 15000 രൂപ അവൻ്റെ സാലറിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് അഡീഷണലി കൊടുക്കും. മനസ്സിലായോ? 15,000 റുപ്പീസ് ഫ്രഷ് എംപ്ലോയീസിനും, എംപ്ലോയേഴ്സിന് ജനറേറ്റ് ചെയ്യുന്ന ഓരോ ജോബിനും 3000 രൂപ വെച്ചും കൊടുക്കും. അപ്പോൾ അതൊരു ഇൻസെൻറ്റീവാണ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. EPFO രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇങ്ങനെ ഏതാണ്ട് 3.5 കോടി ജോബാണ് അടുത്ത 3-4 വർഷം കൊണ്ട് ഗവൺമെൻറ് ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 1.92 crores ജോബും ഫ്രഷേഴ്സിനാണ് കൊടുക്കാൻ പോകണം. അപ്പോൾ അതാണ് ആ സ്കീമിനൊരു പ്രത്യേക പേരൊന്നും പറഞ്ഞിട്ടില്ല. ഈ ELI എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സെക്കൻഡേ, എന്തോ സംഭവിച്ചു. ELI എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ സ്കീമിന് പ്രത്യേക പേരൊന്നും പറഞ്ഞിട്ടില്ല. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയാണ് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോകണം. 99,600 crores അങ്ങനെ എന്തോ ആണ്. ഇന്നലത്തെ ഹിന്ദുവിലുണ്ട് ആ എക്സാക്ട് ഫിഗർ. അത് ഇതിൻ്റെ അകത്ത് ഇന്നത്തെ പത്രത്തിൽ ഫിഗർ ഇല്ല. ഫിഗർ കൊണ്ട് അത് പഠിച്ചു വെച്ചേക്കണം. അത് നടപ്പാക്കാൻ പോകണ സ്വാഭാവികമായിട്ട് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആയിട്ട് ഏത് മിനിസ്ട്രി ആയിരിക്കും? ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്ട്രി ആയിരിക്കും. അപ്പോൾ ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? മൻസുഖ് മാണ്ഡവ്യാണ്. അദ്ദേഹമാണ് കുറിച്ച് സംസാരിച്ചേക്കുന്നത്. മൻസുഖ് മാണ്ഡവ്യ, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്റ്റർ. ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ നോ ലിങ്ക് ബിറ്റ്വീൻ COVID-19 വാക്സിൻസ് ആൻഡ് സഡൻ ഡെത്ത്സ് എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യയിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഡെത്തുകൾ ഉണ്ടാകുന്നത് കോവിഡ് വാക്സിൻ എടുത്തുകൊണ്ടാണെന്നൊരു പ്രചരണമുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും അപ്പെക്സ് മെഡിക്കൽ ബോഡിയായ മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനായ ICMR, അത് ICMR ആണ് ഇന്ത്യയുടെ മെഡിക്കൽ ഫീൽഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി. NCDC വേറൊരു ബോഡി. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, NCDC നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ. ഇവർ 2 പേരും കൺഫേം ചെയ്ത് പറഞ്ഞേക്കുന്നു അങ്ങനെ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. വെറുതെ വാക്സിൻ എടുക്കുന്ന ആൾക്കാരെ പിന്തിരിപ്പിക്കരുത്. വാക്സിൻ എടുത്തതിൻ്റെ പേരിൽ യാതൊരു ഇത്തരത്തിലുള്ള ഡെത്തുകൾ സംഭവിക്കുന്നില്ലെന്ന് അവർ പറയുന്നു. ഇതൊരു സത്യതാണ്, ദൈവത്തിനറിയാം. ഓക്കെ,
പിന്നെ താഴോട്ട് വരുമ്പോൾ ഇവിടെ DCGA കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. DCGA, ഇന്ത്യ ഒരു വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഉള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിലും റെഗുലേറ്റേഴ്സ് ഉണ്ട്. ബാങ്കിങ് സെക്ടറിൽ അത് RBI ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് SEBI ആണ്. ഇൻഷുറൻസ് കമ്പനികളുടെ കൂട്ടത്തിൽ അത് IRDAI ആണ്. പെൻഷൻ ഫണ്ടുകളുടെ കൂട്ടത്തിൽ അത് PFRD ആണ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അതുപോലെ ഫാർമ സെക്ടറിലെ റെഗുലേറ്ററാണ് DCGI, ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. DCGI എന്താണ്? ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. പിന്നെ ആക്സിയം ഫോർമേഷനെ കുറിച്ചുള്ള ന്യൂസ്. അത് നമ്മളെപ്പോഴും പറഞ്ഞതാണ്. ആക്സിയം ഫോർമേഷൻ എന്താണ്? ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ മിഷനാണ് ആക്സിയം 4. നാസയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയായ ആക്സിയമാണ് ഈ ആക്സിയം ഫോർമേഷൻ നടപ്പാക്കിയത്. ഈ ശുഭാംശു ശുക്ലയാണ് ഇന്ത്യയിൽ നിന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇനി ആദ്യത്തെ മലയാളി പോകാൻ പോയാണെന്ന് പറയുന്നത് പത്രത്തിലൊരു ന്യൂസ് ഉണ്ട്, അനിൽ മേനോൻ എന്ന് പറയുന്നത്. പക്ഷെ അത് മലയാളി എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം പുള്ളിയുടെ അച്ഛൻ മലയാളിയാണ്, പക്ഷേ പുള്ളി ജനിച്ച വളർന്നൊക്കെ അമേരിക്കയിലാണ്. അമ്മ മലയാളി അല്ല. പിന്നെ ഇന്ത്യയിൽ ബൈക്ക് ടാക്സീസിന് ലൈസൻസ് കൊടുക്കാൻ പോകുന്ന ഗവൺമെൻറ്. ബൈക്ക് ടാക്സീസ് ഇപ്പോൾ നമ്മൾ തായ്ലൻഡിലൊക്കെ പോയാൽ അവിടെ ബൈക്ക് ടാക്സീസ് ആണ് കൂടുതലും ഉള്ളത്. ബൈക്കിൻ്റെ നമ്മളിപ്പോൾ യൂബറിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുന്ന എന്തൊക്കെയാണ്? ഓട്ടോ കാണിക്കും, 4 വീലർ കാണിക്കും. 4 വീലർ തന്നെ പല ടൈപ്പ് കാണിക്കും, ഹാച്ച് ബാക്ക്, സെഡാൻ, SUV അങ്ങനെ കാണിക്കും. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾക്ക് ബൈക്കും കാണിക്കും, ബൈക്ക്. അപ്പോൾ ബൈക്ക് ടാക്സീസ് ഇന്ത്യയിൽ വരാൻ പോയാൽ അതിനുള്ള പെർമിഷൻ ഗവൺമെൻറ് ഇന്നലെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ MFIസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. MFI, വാട്ട് ഈസ് MFI? മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. MFI എന്താണ്? മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ലോണുകൾ, മാക്സിമം 1 ലക്ഷം രൂപ വരെയൊക്കെ ആയിരുന്നു മുമ്പ് ലോൺ കൊടുക്കാൻ പറ്റുന്നത്. ആ ലിമിറ്റ് മാറിയിട്ടുണ്ടോ നോക്കിക്കൊള്ളണം. 1 ലക്ഷം ആയിരുന്നു മുമ്പ്. അതുവരെയൊക്കെ ലോൺ കൊടുക്കാൻ പറ്റുന്ന, ചെറുകിട ലോൺ മാത്രം കൊടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് MFI, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ കുടുംബശ്രീയുടെ അണ്ടറിലുള്ള അയൽക്കൂട്ടങ്ങളൊക്കെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൽ നിന്നൊക്കെ അംഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ കിട്ടും. പക്ഷെ അത് ഗവൺമെൻറ് അണ്ടറിലുള്ളതാണ്. അതിനല്ല ഈ പറയുന്നത്. ഈ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈവറ്റ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന് റെഗുലേറ്റ് ചെയ്യുന്ന RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. MFI ബാങ്കുകളെ പോലെ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഒരു ന്യൂസ് പറയാനുള്ളത്, ഇറാൻ ഹാൾസ് കോഓപ്പറേഷൻ വിത്ത് ന്യൂക്ലിയർ വാച്ച് ഡോഗ് ആഫ്റ്റർ സ്ട്രൈക്സ് ബൈ ഇസ്രായേൽ US. ന്യൂക്ലിയർ വാച്ച് ഡോഗ് ഏതാണ്? UN ന്യൂക്ലിയർ വാച്ച് ഡോഗാണ് IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ചീഫ് റാഫേൽ ഗ്രോസി. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് റാഫേൽ ഗ്രോസിയാണ് IAEAയുടെ ചീഫ്. ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്ന എവിടെയാണ്? ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ് വിയന്ന. അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇറാൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. കാര്യം ഇസ്രായേൽ US ഒക്കെ അവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ള അറ്റാക്ക് ചെയ്യാനുള്ള വഴിമരുന്നിട്ട് കൊടുത്ത IAEAയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇറാൻ ഈസ് ഗോയിങ് ടു മേക്ക് nuclear weapons and they are on the verge of making nuclear weapons. They are already completed 60% enrichment of uranium. Once the enrichment capacity of uranium reaches 90%, that country can make nuclear weapons. So Iran is rightly on that journey എന്നുള്ള വെളിപ്പെടുത്തൽ അവന്മാരാ നടത്തി. അതിൻ്റെ പേരിലാണ് ഇറാൻ അറ്റാക്ക് ചെയ്യപ്പെട്ടത്. ഓക്കെ. പിന്നെ ദലൈലാമയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ടിബറ്റിലെ ബുദ്ധിസ്റ്റുകളുടെ ആത്മീയാചാരമാണ് ദലൈലാമയ്ക്ക് ഒരു സക്സസറോടെ തന്നെ ഉണ്ടാവും. ദലൈലാമയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത പേജിൽ വിംബിൾഡനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. വിംബിൾഡൺ ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ്. വിംബിൾഡൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു വർഷം നടക്കുന്ന 3ാമത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ആണ്. വിംബിൾഡൺ നടക്കുന്നത് ഇംഗ്ലണ്ടിലെ ഓൾ ഇംഗ്ലണ്ട് ടെന്നീസ് ക്ലബിലാണ്. ഓൾ ഇംഗ്ലണ്ട് ടെന്നീസ് ക്ലബ്. അതിൻ്റെ അടുത്ത പേജിൽ പോകുമ്പോൾ എല്ലാ ദിവസത്തെയും പോലെ ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നു. ഫിഫയുടെ ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പ്. ഇത്രയാണ്. അപ്പോൾ ബാക്കി അടുത്ത ദിവസം അല്ല, അടുത്ത ക്ലാസ്സിൽ.